വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. യോവാൻ ക്രൈഫ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു മാനേജറുടെ ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലോൺലി ആയിട്ടുള്ള ജോബാണെന്നുള്ള കാര്യം. ഇപ്പോൾ ടീം ജയിക്കുകയാണ്, നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ എല്ലാവരും വളരെ വലിയ സപ്പോർട്ടീവായിട്ടുണ്ടാവും. അതേസമയം തന്നെ ടീം തോക്കുകയാണെങ്കിൽ എല്ലാവരും മാനേജറിനെതിരെ തിരിയും. അപ്പോൾ മാനേജർ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ലോൺലി ആണെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്ന് പറയുന്ന പോലത്തെ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ ബാർസലോണയിൽ ചാവി നേരിടുന്നത്. അദ്ദേഹത്തിനെതിരെ ക്ലബിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും എക്സ്ട്രീം പ്രഷർ ഉണ്ട്, അല്ലെങ്കിൽ കുത്തി വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലൊക്കെയാണ് റിപ്പോർട്ട് വരുന്നത്. ഇപ്പോൾ ഓൾറെഡി സ്പോർട്ടിംഗ് ഡയറക്ടറായ ഡെക്കോ ആയിട്ട് ചെറിയ രീതിയിൽ ഉടക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പലരും ഇതിനെ ദി ബിഗിനിങ് ഓഫ് ദി എൻഡ് എന്നാണ് പറയുന്നത്. എസ്പെഷ്യലി ബാർസലോണ ഫാൻസ് ആണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൻ്റെ വീഡിയോയിൽ താഴെയുള്ള ഒത്തിരി കമൻറ്റ്സ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാവിനെ ഒലയൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ചാവി പോരാ എന്നുള്ളൊരു അഭിപ്രായമാണ് പൊതുവേ ഇപ്പോൾ ബാർസലോണ ഫാൻസ് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു റീസൺ ഫുട്ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കളി എന്ന് പറഞ്ഞാൽ വളരെ പ്രഡിക്റ്റബിളാണ്, വലിയ മാറ്റമൊന്നുമില്ല. ഈ പറയുന്ന പോലെ പൊസിഷൻ ഫുട്ബോളൊക്കെയാണ് കളിക്കുന്നത്. പക്ഷേ ബാർസലോണ എങ്ങനെയാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം വളരെ പ്രഡിക്റ്റബിളാണ്. അതുപോലെ തന്നെ ബാർസലോണയുടെ അവേ ഗെയിം റെക്കോർഡുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിൽ നോക്കിക്കഴിയുമ്പോൾ ഈ സീസണിൽ ഇപ്പോൾ 2 മത്സരങ്ങളാണ് പരാജയപ്പെട്ടത്. ഇപ്പോൾ ഈ ലാസ്റ്റ് മത്സരം ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു മത്സരമാണ്. ഇപ്പോൾ ആൻഡ്വാർപ്പൊക്കെ ആയിട്ട് ഷുവർലി അവർ അടുത്ത റൗണ്ടിലേക്ക് പോകും എന്നുള്ള കാര്യമൊക്കെ ഉറപ്പിച്ചതാണ്. പക്ഷേ ആ മത്സരത്തിനൊരു ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷനും കൂടി ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഒരു മത്സരം ജയിക്കുമ്പോൾ ഒരു ടീമിന് കിട്ടുന്നത് 2 മില്യണാണ്. അതുപോലെ തന്നെ ഡ്രോ ആവുകയാണെങ്കിൽ ഏതാണ്ട് 1 മില്യൻ്റെ അടുത്ത് കിട്ടും. ഇപ്പോൾ തോറ്റ് കഴിഞ്ഞാൽ ഒറ്റ പൈസ പോലും കിട്ടില്ല. അപ്പോൾ ബാർസലോണയെ സംബന്ധിച്ച് ഓരോ മത്സരം വിജയിക്കുക എന്ന് പറഞ്ഞാൽ അവരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ 2 മത്സരങ്ങൾ തോറ്റപ്പോൾ അവർക്ക് അത്രയും പൈസ അവിടെ നഷ്ടപ്പെട്ടു. ശക്തരും അതുപോലെ തന്നെ ആൻഡ്വാർപ്പൊക്കെ ബാർസലോണ ഒരു 6-7 കൊല്ലം മുമ്പ് ബാർസലോണയൊക്കെയാണ് സുഖമായിട്ട് അടിച്ചിരുന്ന ടീമുകളാണ്. പക്ഷേ ഇപ്പോൾ ബാർസലോണ പഴയ പോലെ യൂറോപ്പിൽ ഒരു പേടിപ്പെടുത്തുന്ന ടീമല്ല. പല ചെറിയ ടീമുകളും ബാർസലോണയിൽ പോയി അടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റീസൺ ഫാൻസിൻ്റെ ഭാഗത്ത് പറയുന്നുണ്ട്. ഈ പറയുന്ന പോലെ മാറ്റങ്ങളില്ല. ഇപ്പോൾ പെപ് ഗാർഡിയോളയൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബേസിക് സിസ്റ്റങ്ങളൊക്കെ സെയിമാണ്. പക്ഷേ അദ്ദേഹം എപ്പോഴും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിക്കൊണ്ടിരിക്കും. മാറ്റങ്ങൾ, കോൺസ്റ്റൻറ്റ് ചേഞ്ച് എന്ന് പറയുന്ന സംഭവം അദ്ദേഹത്തിൻ്റെ ടീമിലാണ്. എന്ന് പറയുന്ന ഒരു മാറ്റം ചാവിയുടെ ടീമിലില്ല. അതുപോലെ ഇപ്പോൾ ഡെക്കോ ആയിട്ടുള്ള പ്രശ്നം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആൻഡ്വാർപ്പായിട്ട് മത്സരത്തിന് മുമ്പ് ചാവി സീനിയർ താരങ്ങൾ ലെവൻഡോസ്കി, അറോഹോ അതുപോലെ തന്നെ ഗുണ്ടകരെ ഒന്നും കൊണ്ടുപോകണ്ടെന്നുള്ള പ്ലാനിലാണ് ഇരുന്നത്. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ അവർ പ്ലാൻ ചേഞ്ച് ചെയ്തു. അതിനുശേഷം ഇവരെ കൊണ്ടുപോയി മത്സരത്തിൽ ഇറക്കി. അതിനുശേഷം നല്ല റിസൾട്ട് കിട്ടിയില്ല. അപ്പോൾ അന്ന് ചാവി പറഞ്ഞത് ലപ്പോർട്ടയും ഡെക്കോയും ചാവിയും ഒരുമിച്ച് ചേർന്ന് തീരുമാനിച്ചിട്ടാണ് ഇവരെ കൊണ്ടുപോകുക എന്നുള്ള പ്ലാൻ ഇട്ടേന്നുള്ള കാര്യം അന്ന് ചാവി പറഞ്ഞത്. അതിനുശേഷം ഡെക്കോ പബ്ലിക്കലി ഇൻ്റർവ്യൂവിൽ പറഞ്ഞു അത് ചാവിയുടെ മാത്രം പ്ലാനായിരുന്നു, ഞങ്ങൾക്ക് അതിൽ പ്ലാൻ ഇല്ല എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഓൾറെഡി തന്നെ അവർ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ല, ഓൾറെഡി അവിടെ പ്രശ്നങ്ങൾ പുകയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബിഹൈൻഡ് ദി പിച്ചിൽ ബാർസലോണയിൽ ചാവിക്കെതിരെ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും അടുത്ത മത്സരം വലൻസിയായിട്ടുള്ള മത്സരം വളരെ ക്രൂഷ്യലായിരിക്കും. 3 മത്സരങ്ങളൊക്കെ അടുപ്പിച്ച് തോറ്റ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന് സാക്ക് കിട്ടും. അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം കാത്തിരുന്നറിയാം. ഇപ്പോൾ എന്തായാലും ഷോർട്ട് ലിസ്റ്റ് ഓഫ് മാനേജേഴ്സിൻ്റെയൊക്കെ ലിസ്റ്റൊക്കെ ഇപ്പോൾ ഓൾറെഡി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചാവിനെ മാറ്റി കഴിഞ്ഞാൽ ആരാവും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ. ഇപ്പോൾ ജിറോണയുടെ മാനേജറായ മിഷേൽ സാഞ്ചസ് ആണ് അതിനകത്ത് ഒരാൾ. അതുപോലെ തന്നെ ഇമാനുവൽ അൽഗോസിൽ റയൽ സോസിഡാഡിൻ്റെ മാനേജറാണ്. അപ്പോൾ അദ്ദേഹം ലിസ്റ്റിലുണ്ട്. അതുപോലെ പഴയ ബാർസ പ്ലെയറായ തിയാഗോ മോട്ട, ഇപ്പോൾ ബൊളോണയാണ് അദ്ദേഹം പരിശീലിപ്പിക്കുന്നത്, അദ്ദേഹം ലിസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ റാഫേൽ മാർക്കസ് ബാർസലോണ ബി ടീമിൻ്റെ പരിശീലനം, അദ്ദേഹം ലിസ്റ്റിലുണ്ട്. അപ്പോൾ 4 പേരുടെ ലിസ്റ്റൊക്കെ തയ്യാറാക്കിയെന്നുള്ള തരത്തിലും റിപ്പോർട്ട് കണ്ടിരുന്നു. ഇപ്പോൾ എന്താവും ചാവിയുടെ ഭാവി എന്നുള്ള കാര്യം കാത്തിരുന്ന് തന്നെ അറിയാം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.